അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا رب زدني علما نافعا. പ്രിയ സഹോദരിമാരെ, പ്രവാചക സ്നേഹം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. റഹ്മത്തുല്ലിൽ ആലമീനായി ഈ ലോകത്തിന് കാരുണ്യമായി നിയോഗിതനായ പ്രവാചകൻ അഷ്റഫുൽ ഹൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഷഹാദ നൽകിയ പ്രവാചകൻ, ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നത് വിശ്വാസികളുടെ ബാധ്യതയാണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിൻ്റെ ആഴം എത്രത്തോളം ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ച് അവർ അജ്ഞരാണ് താനും. അത് കേവലം ഒരു സ്നേഹം എന്നതിൽ ഒതുങ്ങിപ്പോകുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ലാ യുഅ്മിനു അഹദകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല ഏതുവരെ സ്വന്തം മക്കളെക്കാളും സ്വന്തം മാതാപിതാക്കളെക്കാളും അല്ല, മുഴുവൻ മനുഷ്യരാശിയേക്കാളും അവർ എന്നെ സ്നേഹിക്കുന്നതുവരെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. സൂറത്തുൽ തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു തആല 24-ാമത്തെ ആയത്തിൽ ചില കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ട് പറയുന്നുണ്ട്, ഇതിനേക്കാളെല്ലാം കൂടുതൽ നിങ്ങൾ റസൂലിനെ സ്നേഹിക്കണം. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكين ترضونها أحب إليكم من الله ورسله وجهاد في سبيله فتربصوا حتى يأتي الله بأمره. നബിയെ, വിശ്വാസികളോട് പറയണം, നിങ്ങളുടെ പിതാക്കൾ, നിങ്ങളുടെ സന്താനങ്ങൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ ഇണകൾ, നിങ്ങളുടെ കുടുംബക്കാർ, നിങ്ങളുടെ ധനം നഷ്ടം സംഭവിക്കുമെന്ന് നിങ്ങൾ ഭയക്കുന്ന നിങ്ങളുടെ കച്ചവടം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വീട്, ഈ 8 കാര്യങ്ങൾ, ഇതിനേക്കാൾ നിങ്ങൾക്ക് പ്രവാചകനോട് സ്നേഹം ഉണ്ടാകണം. നമ്മളൊരു വീട് വെക്കുമ്പോൾ നമ്മുടെ ഇഷ്ടമാണോ പ്രവാചകൻ്റെ വാക്കുകളാണോ പരിഗണിക്കേണ്ടത്? ഒരു കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടമാണോ പ്രവാചകൻ്റെ വാക്കുകളാണോ പരിഗണിക്കേണ്ടത്? നമ്മളുടെ മക്കളോടുള്ള സ്നേഹം പ്രവാചകൻ പഠിപ്പിച്ച പോലെയാണോ? കുടുംബ ബന്ധം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെയാണോ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇണകളെ പരിഗണിക്കുന്ന കാര്യത്തിൽ നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെയാണോ? ഇങ്ങനെ ഈ പറയപ്പെട്ട 8 കാര്യങ്ങളിലും പ്രവാചകൻ്റെ വാക്കുകളും പ്രവാചകൻ്റെ ചര്യകളും നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കണം. മറ്റാരോടുമുള്ള ഇഷ്ടത്തെക്കാളും പ്രവാചകനോടും അള്ളാഹുവിനോടുമുള്ള ഇഷ്ടമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. ഈ ഒരു ആഴത്തിലും ഈ ഒരു അളവിലും അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുമ്പോൾ മാത്രമാണ് ആ സ്നേഹം യഥാർത്ഥമായി തീരുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല നാം ഏവരെയും ആ പ്രവാചകനെ സ്നേഹിക്കേണ്ട രൂപത്തിൽ സ്നേഹിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.